ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ബഹിരാകാശത്തേക്ക് അയക്കുന്ന 4 സംഘത്തിൽ മലയാളിയും ഉണ്ടെന്ന സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അന്തിമ പട്ടിക പുറത്തുവിടും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, വീണ്ടും നമ്മൾ മലയാളിക്ക് അഭിമാനിക്കാം എന്ന് തന്നെയാണോ? ആരാണ് ആ മലയാളി? ആ അഭിമാന പദ്ധതിയായ ഗഗൻയാനിൽ ഉൾപ്പെടുന്ന ആ മലയാളി ആരാണ് എന്നുള്ളൊരു കൗതുകമായിരിക്കും ഇനി അങ്ങോട്ടേക്ക്. നാളെ പ്രധാനമന്ത്രി ആ പേരുകൾ പുറത്തുവിടുമല്ലേ? പൂജ, ഇന്ത്യ ബഹിരാകാശത്തെ അയക്കുന്ന 4 പേർ, ആ 4 പേർ ആരാണ് എന്നത് ഇപ്പോഴും രഹസ്യമാണ്. ഇതുവരെ ISRO ആ പേരുകൾ പുറത്തുവിട്ടിരുന്നില്ല. അതിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നു. അതോടെ ഇതിൻ്റെ സസ്പെൻസ് കൂടുകയാണ്. നാളെ തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി VSC സന്ദർശിക്കുന്നുണ്ട്. അവിടെ എത്തിയ ശേഷം ഗഗൻയാൻ പദ്ധതിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ആ ചടങ്ങിൽ ഈ 4 പേരുടെ പേരുകൾ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരു മലയാളിയുണ്ട്. ആ മലയാളിയുടെ പേര് കൂടി തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നത് അഭിമാനം വാനോളം ഉയർത്തുന്നു. ഒരു സ്ക്വാഡ്രൺ ലീഡർ റാങ്കിലുള്ള വ്യോമസേനാ ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനപ്പുറം ഈ മലയാളി ആരാണ് എന്നത് നമുക്ക് അവ്യക്തമാണ്. 2025-ലാണ് ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ ബഹിരാകാശത്തെ സൂപ്പർ പവർ ആകാൻ കഴിയും എന്ന് പ്രതീക്ഷ പുലർത്തുന്ന ഗഗൻയാൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുക. അതിൻ്റെ വിവിധ ഘട്ടത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതുവരെ ഏതാണ്ട് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ വിലയിരുത്തലുകളാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. 2019-ൽ തന്നെ 4 വ്യോമസേന പൈലറ്റുമാരെ ഇന്ത്യ തിരഞ്ഞെടുത്ത് റഷ്യയിലേക്ക് അയക്കുകയും അവിടെ പരിശീലനം നടത്തുകയും പിന്നീട് തിരിച്ചു വന്ന ശേഷം വിവിധ ഘട്ടങ്ങളിൽ ISRO ഇവർക്ക് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോയി 3 ദിവസം അവിടെ പാർപ്പിച്ച ശേഷം വിജയകരമായി ഭൂമിയിലേക്ക് തിരിച്ച് എത്തിക്കുക എന്നുള്ളതാണ് സമ്പൂർണ്ണ ഗഗൻയാൻ പദ്ധതി. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ഒരു സൂപ്പർ പവറായി മാറും. അതിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് നമുക്ക്, രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ അഭിമാനകരമാണ്. തീർച്ചയായും ആ പേര് സസ്പെൻസ് ആയി തന്നെ നിലനിൽക്കുകയാണ്. ആ മലയാളി ആരാണ്, അദ്ദേഹം ഉൾപ്പെട്ട ആ 4 അംഗ സംഘം അവർ ആരൊക്കെയാണ്, ആ വിവരങ്ങൾ നാളെ പ്രധാനമന്ത്രി പുറത്തുവിടുന്നതായിരിക്കും. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ